നമസ്കാരം. മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ് സർവീസുകൾ ലാഭകരമല്ലെന്നും പടിപടിയായി അത് പിൻവലിക്കുമെന്നുമുള്ള മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ രംഗത്തെത്തിയ സാഹചര്യം അതീവ ഗൗരവമേറിയതാണ്. നഗരമലിനീകരണം കുറയ്ക്കുന്ന ഈ ബസ് സർവീസുകളെ സർക്കാരിൻ്റെ അഭിമാന പദ്ധതി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവുമെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. ഇടതുമുന്നണിയുടെ നയവും അതുതന്നെയാണ്. ആ തീരുമാനത്തെയാണ് മുന്നണിയിൽ ഒരു ചർച്ചയും നടത്താതെ മന്ത്രി ഗണേഷ് കുമാർ ഏകപക്ഷീയമായി തള്ളിപ്പറഞ്ഞത്. മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് VK പ്രശാന്ത് MLA ആണ്. ഈ ബസ്സുകൾ നടപ്പാക്കുക എന്നത് സർക്കാരിൻ്റെ തീരുമാനമാണെന്നും KSRTC ആ ബാധ്യതയോർത്ത് വ്യാകുലപ്പെടേണ്ട എന്നുമാണ് MLA പ്രശാന്തിൻ്റെ പ്രതികരണം. നഗരമലിനീകരണം കുറയ്ക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തുകയാണ് മുന്നണി നയമെന്നും ഇത് മറന്ന് ആരും പ്രസ്താവന ഇറക്കരുതെന്നുമാണ് MLA തുറന്നടിച്ചത്. ഇതിനുശേഷമാണ് മന്ത്രി ഗണേഷിൻ്റെ പ്രതികരണങ്ങളെ പൂർണ്ണമായും തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയത്. ചുരുങ്ങിയ ചെലവിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ആശ്വാസകരമായ സേവനമാണ്. അത്തരം സേവനങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. കയ്യടി കിട്ടാനും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും മന്ത്രി ഗണേഷ് കുമാർ നടത്തുന്ന അഭ്യാസങ്ങൾ പുതിയ കാര്യമൊന്നുമല്ല. പണ്ട് ഇതൊക്കെ നടക്കും, ഇനി ഇതൊന്നും നടക്കില്ല എന്ന മട്ടിൽ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ഉദ്യോഗസ്ഥരെ പരസ്യമായി ശാസിക്കുക, അതിനിടയിൽ ലഭിക്കുന്ന അവസരങ്ങളിലെല്ലാം മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെതിരെ ഒളിയമ്പുകൾ തൊടുക്കുക, ബസ്സുകൾ ഓടിച്ചു കാണിക്കുക തുടങ്ങി പലവിധം പ്രകടനങ്ങളാണ് മന്ത്രി നടത്തിവരുന്നത്. പുതുപ്പെണ്ണിൻ്റെ പുതുമോടി പ്രകടനങ്ങൾ എന്ന മട്ടിൽ പലരും ഇതെല്ലാം അവഗണിച്ചതാണ്. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ഗണേഷിൻ്റെ പരിഷ്കാരങ്ങൾ വഴി കഴിഞ്ഞാലോ എന്ന് കണക്കുകൂട്ടിയവരും ഉണ്ട്. എന്നാൽ ഇടതു സർക്കാരിൻ്റെ നയപരമായ നിലപാടുകളെപ്പോലും വിലവെക്കാതെയുള്ള പരസ്യപ്രകടനങ്ങൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് മുതിർന്ന CPM നേതാക്കൾക്ക് തന്നെ മന്ത്രിയെ പരസ്യമായി ശാസിക്കേണ്ടി വന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM E-സേവ പദ്ധതി വഴി കേരളത്തിന് സൗജന്യമായി ലഭിച്ചതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയതുമായ 110 ബസ്സുകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്നത്. KSRTCയുടെ കണക്കുകൾ പ്രകാരം ഇലക്ട്രിക് ബസ് 1 കിലോമീറ്റർ ഓടാൻ 26 രൂപയാണ് ചെലവ്, വരവ് 46 രൂപയും. ഔദ്യോഗിക രേഖകൾ പ്രകാരമുള്ള ഈ കണക്കുകൾ നിലനിൽക്കെയാണ് ഇലക്ട്രിക് ബസ് നഷ്ടത്തിലാണെന്ന മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണമുണ്ടായത്. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്തതിനാൽ വരും കാലത്തെ ഗതാഗത സംവിധാനങ്ങൾ ഇലക്ട്രിക് മോഡലുകളിലേക്ക് മാറേണ്ടി വരുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ ഈ വിധത്തിലുള്ള വെടിപൊട്ടിക്കൽ ഉണ്ടാകുന്നത്. കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പേ സർക്കാർ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. 814 കോടി രൂപയാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 50 ബസ്സുകൾ വാങ്ങി. കൂടുതൽ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ ഔദ്യോഗിക തലത്തിൽ നടന്നു വരികയുമാണ്. അതിനിടയിലാണ് ഈ ബസ്സുകൾ വഴിതെറ്റിയ പരിഷ്കാരമാണെന്നും പടിപടിയായി ഇത് അവസാനിപ്പിക്കുമെന്നും മന്ത്രി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത്. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന ചെലവിൽ 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് മന്ത്രിയുടെ നിലപാട്. മലയോര മേഖലകളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും ഇലക്ട്രിക് ബസ്സുകൾ പ്രായോഗികമല്ലെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുന്നണിക്കുള്ളിൽ പോലും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ തൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് മന്ത്രി ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് KSRTC MDയോട് മന്ത്രി വിശദമായ റിപ്പോർട്ട് തേടിയത് അതിൻ്റെ ഭാഗമായാണ്. വൻതുകയ്ക്ക് വാങ്ങിയ ഈ ബസ്സുകൾ 10 രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ ഓടുന്നത് കോർപ്പറേഷന് വലിയ ബാധ്യതയായി മാറുമെന്ന യാഥാർത്ഥ്യമാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതെന്നാണ് കേരള കോൺഗ്രസ് B നേതൃത്വത്തിൻ്റെ വിശദീകരണം. ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങളിൽ ഉൾപ്പെട്ടതിനാലാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ ഇത്രയേറെ വൈകിയത്. NSS പോലെയുള്ള സംഘടനകളുടെ സമ്മർദ്ദം മൂലമാണ് രണ്ടാം പകുതിയിലെങ്കിലും അത് ലഭിച്ചതെന്നതും പരസ്യമായ രഹസ്യം. മുൻ മന്ത്രിമാരെക്കാൾ താനാണ് കേമൻ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രത പക്വതയാർന്ന നേതൃത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല.
ഭരണപക്ഷ കക്ഷികൾ തന്നെ ഈ വിധത്തിൽ ആരോപണം ഉയർത്തുമ്പോൾ തൻ്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്താൻ മന്ത്രി തയ്യാറായേ മതിയാവൂ. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് നൽകിയ താക്കീതിൻ്റെ സൂചനയും അതുതന്നെയാണ്.